അങ്ങനെ മഹിമ മഞ്ജുവിനോട് സംസാരിച്ച് ഗിരിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഗിരി ചോദിക്കുന്നു, എന്തായി മഹിമ കാര്യങ്ങൾ, നീ മഞ്ജുവിനോട് സംസാരിച്ച് എല്ലാം സോൾവ് ആക്കിയോ? മഹിമ പറയുന്നുണ്ട്, പിന്നെ ഗിരിയേട്ടൻ അങ്ങോട്ട് ചെന്നാൽ മതി, മാല ഇട്ട് സ്വീകരിക്കാൻ മഞ്ജു ചേച്ചി റെഡിയായി നിൽക്കല്ലേ എന്ന് പറയാൻ കേട്ടോ. ഇതൊന്നും ശരിയാവും തോന്നുന്നില്ല ഗിരിയേട്ട, സത്യം തുറന്ന് പറയുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ചേച്ചി ഇപ്പോൾ തന്നെ ഗിരിയേട്ടൻ ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിയാനാണ്, അതായത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തിരുത്തണമെങ്കിൽ നമ്മൾ സത്യം തുറന്ന് പറഞ്ഞേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഗിരിയും മഹിമയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഞ്ജു അവിടേക്ക് വരിക. വെറുതെ അവളെ നിർബന്ധിക്കേണ്ട ഒന്നിനും. മഹിമ, നീക്ക് പഠിക്കാല്ലേ, നീ മുറിയിൽ പോയി പഠിക്കുക പറഞ്ഞ് അവളെ അവിടുന്ന് വിടുകയാണ്. ശേഷം ഗിരിയോട് പറയുന്നുണ്ട്, എന്തിനാണ് നമ്മൾ തമ്മിൽ പ്രശ്നത്തിലേക്ക് മഹിമയെ കൂടെയും വലിച്ചിഴക്കുന്നത്? ഗിരിയേട്ടൻ ആ ഏലസി എന്തിനാണ് അയക്കാൻ ശ്രമിച്ചത് എന്നുള്ള സത്യം എന്നോട് തുറന്ന് പറഞ്ഞാൽ അവിടെ തീരും എല്ലാ പ്രശ്നങ്ങളും. എപ്പോഴാണ് ഗിരിയേട്ടനെ ഉത്തരം തരാൻ തയ്യാറാവുന്നത് അപ്പോൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോവാൻ കേട്ടോ. ഗിരി ആകട്ടെ ആകെ കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഹിമയുടെ കോളേജാണ്. അവിടെ മഹിമ നടന്നു പോകുമ്പോൾ അഭി പിന്നിൽ നിന്ന് വന്ന് വിളിക്കാട്ടോ, മഹിമ നിൽക്ക്, എനിക്ക് ഇതിനോട് സംസാരിക്കാനുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരു കുട്ടിയോടും പറഞ്ഞു നടന്നിട്ടുമില്ല. പക്ഷെ അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അത് ഇത്രയും വലിയ പ്രോബ്ലം ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കാനഡയിലാണ്. അവിടെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും സംസാരിച്ചെന്ന് കരുതി ആരും അവിടെ ശ്രദ്ധിക്കാനോ മൈൻഡ് ചെയ്യാനോ പോകാറില്ല. ഇവിടെ ഇത്രയും വലിയ ഒരു പ്രശ്നമായി തീരും ഇതെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് റിയാക്ട് ചെയ്യാതിരുന്നത്. ഇതിന്റെ പേരിൽ ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇനി ഒഴിവാക്കരുത്. പുറത്തു നിന്നും വന്നത് കൊണ്ട് എനിക്ക് ഇവിടെ കൂട്ടുകാരാരുമില്ല. ഇവിടെയുള്ളവരിൽ ആത്മാർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയത് നിനക്ക് മാത്രമാണ്. ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എല്ലാം കേട്ടതിനു ശേഷം മഹിമ പറയുന്നുണ്ട്, നീയും ഞാനും ഇനിയും സംസാരിക്കുമ്പോൾ പലതും ഇതുപോലെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് ഇനി ഇതിന് വയ്യ. എന്റെ അച്ഛൻ നല്ല രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. അമ്മ നഷ്ടപ്പെട്ടിട്ടും ഒരു കുറവും വരുത്താതെ ഞങ്ങളെ ഇതുവരെ വളർത്തി. ഇനി എന്റെ അച്ഛന്റെ അഭിമാനത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. അല്ലാതെ അവർക്കൊരു അപമാനമായി തീരാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഇനിയും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ലത്. ബായ് എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവാൻ ട്ടോ. പിന്നീട് കാണിക്കുന്ന മുകുന്ദന്റെ വീടാണ്. അവിടെ ഗിരി കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ട് മുകുന്ദൻ പൊട്ടിച്ചിരിക്കാൻ ട്ടോ. എന്തൊക്കെ ഡയലോഗായിരുന്നു. ഏലസ് മാറ്റാൻ ഈസിയാണ്, ഭൂമി ഇടിഞ്ഞു വീണാലും മഞ്ജു ഉണരില്ല എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായി എന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ചിരിക്കുകയായിരുന്നു. ഒരബദ്ധം ആർക്കും പറ്റും, നീ പുതിയ പ്ലാൻ പറ എന്ന് ഗിരി പറയാൻ. അപ്പോൾ മുകുന്ദനെ പറയും, നമുക്ക് ഒന്നും കൂടി ആലസ് മാറ്റാൻ ശ്രമിച്ച. അയ്യോ അത് വേണ്ട, അവൾ എന്തായാലും അറിയുമെന്ന് ഗിരി പറയുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ അവിടേക്ക് വരികയാണ്. ചേച്ചി ഉണർന്നാലല്ലേ ആലസ് മാറ്റുന്നത് അറിയുകയുള്ളൂ. ചേച്ചിക്ക് നമുക്ക് ഉറക്കഗുളിക കൊടുക്കാം. ഉറങ്ങുന്നതിന് മുൻപ് പാലിൽ അല്പം ഉറക്കുളിക മാറ്റി കൊടുത്താൽ ചേച്ചി നേരെ പുലരുമ്പോഴേ ഉണരുകയുള്ളൂ. അതിനിടയ്ക്ക് ഗിരിയേട്ടന് സൗകര്യം പോലെ തന്നെ ആ ഏലസ് അഴിച്ചു മാറ്റുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ മുകുന്ദനും ഗിരിയും ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഈ ഐഡിയ കൊള്ളാമല്ലോ. അങ്ങനെ അടുത്ത ദിവസം രാത്രി തന്നെ മഹിമ പാല് തിളപ്പിക്കാൻ ട്ടോ. എന്നിട്ട് ഗിരിയും മഹിമയും കൂടി ആ ഉറക്കുളിക അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഗിരി ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഗിരിയേട്ടൻ പേടിക്കാതിരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇത് നല്ല സേഫ് ആയിട്ടുള്ള ഉറക്കുഗുളികയാണ്. ഇത് കുടിച്ച് അരമണിക്കൂറിനുള്ളിൽ സുഖമായിട്ട് ഉറങ്ങും. അത് കഴിഞ്ഞാൽ ഗിരിയേട്ടനെ അത് മാറ്റി കെട്ടിയാൽ മതി എന്ന് പറയണ്ട. അങ്ങനെ ഓക്കെ എന്ന് ഗിരി പറയാം. ആ സമയത്ത് ഗിരിക്ക് ഒരു ഫോൺ വന്നിട്ട് അവന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ മഹിമ എല്ലാം മിക്സ് ചെയ്തതിനു ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാൻ. ശേഷം അവൾ ആ പാത്രം കഴുകാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാം. ആ സമയത്തായിട്ട് കുഞ്ഞാറ്റ അതിലൂടെ പാസ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് പാല് കിടക്കുന്നത് കാണുമ്പോൾ അവൾ ശ്രദ്ധിക്കുകയാണ്. പാല് കണ്ടതും അവർ ഓടി വന്ന് കുടിക്കാൻ നിൽക്കുകയാണ്. ഇത് കാണുന്ന മഹിമ ദേഷ്യപ്പെടുകയാണ്. അത് അവിടെ വെക്കുക, എന്തിനാണ് ഇപ്പോൾ പാല് കുടിക്കുന്നത്? ഞാൻ ചേച്ചിക്ക് വേണം തിളപ്പിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി തിളപ്പിച്ച് കുടിച്ചാൽ പോരെ. അങ്ങനെ വഴക്ക് നടത്തിയെടുക്കാൻ മഞ്ജു അവിടേക്ക് വരുന്നത്. മഹിമ, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കുഞ്ഞാറ്റയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞാറ്റ കുടിച്ചോട്ടെ, എനിക്ക് അങ്ങനെ രാത്രി പാല് കുടിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഗിരി അവിടെ വരുന്നത്. എന്താണ് ബഹളം എന്ന് ചോദിക്കുക. അപ്പൊ മഹിമ പറയുന്നത്, ചേച്ചിക്ക് ഉണ്ടാക്കി വെച്ച പാല് കുഞ്ഞാറ്റക്ക് തന്നെ കുടിക്കണമെന്ന്. അപ്പോൾ ഗിരി കുഞ്ഞാറ്റയോട് വഴക്ക് പറയാണ്. എന്താ നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കി കഴിക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കാൻ. അപ്പോൾ കുഞ്ഞാറ്റ അതല്ല മോനെ എന്ന് പറയുമ്പോൾ ഗിരി ചൂടാകണം. മോനോ? ആരുടെ മോൻ? കുറെ നാളായി നിങ്ങളുടെ ശല്യം ഞാൻ സഹിക്കുന്നു. വേലക്കാരിയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്നാൽ മതിയില്ല. ഇവിടെ ആരൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗിരി വഴക്കിടുകയാണ്. എന്നിട്ട് മഹിമയോട് ആ പാലെടുത്ത് തരാൻ പറയാൻ കേട്ടോ ഗിരി. എന്നിട്ട് മഞ്ജുവിന്റെ കയ്യിലേക്ക് ആ പാൽ വെച്ചു കൊടുത്തിട്ട് പറയുന്നത്, ഇത് കുടിക്കുക. അങ്ങനെ മഞ്ജു മുഴുവൻ കുടിക്കാൻ ട്ടോ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കുഞ്ഞാറ്റ സഹിക്കുന്നില്ല. അവൾ അവിടെ നിന്ന് പോവാൻ. അതേസമയം ഗിരിയും മഹിമയും മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇനി നീ പോയി കിടന്നു. അങ്ങനെ മഞ്ജു ഉറങ്ങാൻ വേണ്ടി പോയിട്ടോ. എന്നിട്ട് മഹിമ ഗിരിയോട് പറയുന്നുണ്ട്, ഗിരിയേട്ട മരുന്നിന്റെ ഗുണം കാണിച്ചു തുടങ്ങുമ്പോൾ തലചുറ്റലൊക്കെ ഉണ്ടാകും. ചേച്ചി താഴെ വീഴാതെ ഗിരിയേട്ടൻ സൂക്ഷിക്കണം എന്ന് പറയാം. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗിരി പോവാൻ ട്ടോ മഞ്ജുവിന്റെ പിന്നാലെ തന്നെ. മുറിയിലെത്തിയ മഞ്ജുവിനെ മരുന്നിന്റെ ഫലം കണ്ടു തുടങ്ങി. അവർക്കാകെ തലയ്ക്കൊക്കെ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ. അങ്ങനെ ഇടയ്ക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് തലചുറ്റൽ വരുമ്പോൾ ഗിരി അവരെ താങ്ങി പിടിച്ചിട്ട് പറയുന്നുണ്ട്, സ്റ്റേഷനിൽ നിന്ന് വന്നാലെങ്കിൽ നിനക്കല്പം റെസ്റ്റ് എടുത്തു. ഇങ്ങനെ റെസ്റ്റില്ലാതെ നടന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ ബെഡിലേക്ക് കിടത്തുകയാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഗിരിയേട്ടൻ ഇന്ന് കുഞ്ഞാറ്റയോട് എനിക്ക് വേണ്ടി സംസാരിച്ചാൽ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഗിരിയേട്ടൻ ജീവിതകാലം മുഴുവൻ എനിക്ക് സ്നേഹം തരണമെന്ന് ഞാൻ കൊതിച്ചു. എന്നും എൻ്റെ കൂടെ ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കാം.
പിന്നെ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ ഗിരി വാക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ മഞ്ജു കിടന്ന് ഉറങ്ങാണ്. മഞ്ജു ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഗിരി കഥക് അടക്കുകയും പുതിയ ഏലസും കത്രികയും കയ്യിലെടുക്കുകയാണ് ട്ടോ. അങ്ങനെ ആ പഴയ ഏലസ് മഞ്ജുവിന്റെ അരയിൽ നിന്നും അഴിച്ചു മാറ്റിയിട്ട് അവൻ പുതിയ ഏലസ് കെട്ടുകയാണ് ട്ടോ. അവരുടെ ഒരു ഒടുക്കത്തെ ഏലസ് എന്ന പഴയ ഏലസ് കയ്യിൽ പിടിച്ചിട്ട് ഗിരി പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ജനവാതിൽ തുറന്ന് ആ ഏലസ് എടുത്തിട്ട് പുറത്തേക്ക് എറിയാണ്. അതേസമയം കാളീശ്വരി അമ്മയെ കാണിക്കുന്നു. മഞ്ജുവിന്റെ അരയിൽ നിന്നും ആ ഏലസ് അഴിച്ചെടുത്ത സമയത്ത് അവർക്ക് എന്തോ ഒരു ഉൾവിലുള്ളത് പോലെ ആകെ ഷോക്കായ ഒരു ഫീലിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ കാളീശ്വരി എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഏലസ് എറിഞ്ഞ ശേഷം ഗിരി മനസ്സിൽ വിചാരിക്കുന്നു, ഇനി എന്തായാലും ഞങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും തടസ്സം നിൽക്കാൻ ഇനി ഒരു ഏലസും വേണ്ട. ഇനി അങ്ങോട്ട് നല്ല സന്തോഷകരമായ ജീവിതം തന്നെ ഉണ്ടാവണം എന്നൊക്കെ അവൻ മനസ്സിൽ ആലോചിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഗിരി സമാധാനത്തോടു കൂടി ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം ഇനി മുന്നോട്ട് പോയാൽ മതി എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ കിടക്കുകയാണ്. അതേസമയം താഴെ ഭാനുമതി അമ്മയുടെ റൂമിലെ അവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരാണ് ഈ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ എഴുന്നേറ്റ് ഫോൺ എടുക്കുക. ഫോൺ നോക്കുമ്പോൾ കാളിയമ്മയുടെ നമ്പർ കാണാൻ. ഭാനുമതി അമ്മ, ഇത് കാളീശ്വരി അമ്മയാണല്ലോ എന്നൊക്കെ പറയാൻ, ഈ ഫോൺ എടുക്ക് എന്ന് പറയാണ് ഭാനുമതി അമ്മ. അങ്ങനെ കുഞ്ഞാറ്റ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലൗഡ് സ്പീക്കറിൽ ഇടുകയാണ്. കുഞ്ഞാറ്റ ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ ഈ സമയത്ത്? എന്താണെന്നറിയില്ല, മനസ്സിനൊരു അസ്വസ്ഥത, എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കാളീശ്വരി ചോദിക്കുകയാണ്. ഇവിടെ ഒരു കുഴപ്പവുമില്ല അമ്മേ, എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്ന് കുഞ്ഞാറ്റ പറയുമ്പോൾ, അപ്പോൾ പൂജയുടെ ഫലം കണ്ടു തുടങ്ങി അല്ലേ എന്ന് കാളീശ്വരി ചോദിക്കുകയാണ്. അതെ എന്ന് പറയാണ്. പിന്നീട് ഭാനുമതി അമ്മയും സംസാരിക്കുന്നുണ്ട്. ഭാനുമതി അമ്മയും പറയുന്നുണ്ട്, പൂജയ്ക്ക് ശേഷം നല്ല മാറ്റം കാണുന്നുണ്ട്, ഗിരിയും മഞ്ജും എന്നും വഴക്കാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ കാളീശ്വരി പറയാണ്, അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ പൂജയുടെ ഫലം കണ്ടു തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറും. രണ്ടുപേരും രണ്ടിടത്തായി കഴിയാൻ തുടങ്ങും. അവസാനം രണ്ടുപേർക്കും കണ്ടു നിൽക്കുന്നത് തന്നെ വലിയൊരു പ്രശ്നമായി മാറും. പതിയെ പതിയെ ആ ഏലസ് അവരെ ആ രീതിയിലേക്ക് എത്തി. എല്ലാം ആ ഏലസിന്റെ ഗുണം കൊണ്ടാണ് എന്നൊക്കെ കാളീശ്വരി പറയാണ്. ആ മഞ്ജു അവൾ ആ ഏലസ് ഊരി മാറ്റുകയോ അഴിച്ചു ഒഴിവാക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ചെയ്ത പൂജയുടെ ഫലമൊക്കെ വെറുതെയാകും. അവർ ആ വ്രതം എടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും അവർ രണ്ടുപേരുടെയും മേൽ നിങ്ങളുടെ ഒരു കണ്ണ് വേണം. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് ഭാനുമതി അമ്മ പറയുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യാൻ ട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങാണ്. അടുത്ത ദിവസം രാവിലെ ഗിരി ലേറ്റായിട്ട് എഴുന്നേൽക്കുക. ആ സമയത്ത് തന്നെ മഞ്ജു നല്ല സന്തോഷത്തിൽ ചായയുമായിട്ട് വരികയാണ്. നീ നേരത്തെ എഴുന്നേറ്റോ എന്നൊക്കെ ഗിരി ചോദിക്കുന്നത്. ആ, ഇന്നലെ എന്താണെന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി, പിന്നെ നേരം പുലർന്നപ്പോഴാ അറിയുന്നത്, നല്ല സുഖമായിട്ട് ഉറങ്ങി എന്നൊക്കെ പറയാൻ ട്ടോ. ഇന്ന് നിന്നെ കണ്ടാൽ നല്ല ഉന്മേഷം തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഗിരിയും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഗിരിയേട്ടൻ ഞാൻ അല്പം ദേഷ്യത്തിലായിരുന്നു ഗിരിയേട്ടനോട് ഇതുവരെ സംസാരിച്ചത്. എന്താണെന്ന് അറിയില്ല, എനിക്ക് അല്പം ദേഷ്യം കൂടുതലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം. അത് എന്തുകൊണ്ടാണ് ഗിരിയേട്ടൻ നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയാൻ. അപ്പോൾ ഗിരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാം ആ എരസിലെ പ്രശ്നമാണ്, അത് പാവം മഞ്ജുവിനെ അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിക്കാൻ ട്ടോ. അങ്ങനെ ഗിരിക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം മഞ്ജു റെഡിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ ട്ടോ. അതേസമയം താഴെ ഹാളിലിരുന്ന് ഭാനുവമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി ഇന്നലെ കാളീശ്വരി അമ്മ രാത്രി വിളിച്ച വിവരമൊക്കെ പറയാണ്. എന്തിനായിരിക്കും അവർ ആ അസമയത്ത് പെട്ടെന്ന് തന്നെ വിളിച്ച്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തൊക്കെയോ അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാൻ കാരണം? ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കേണ്ട ഭാനുവമ്മ. അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട്, അത് അവർ നടത്തിയ പൂജയല്ലേ, അതിന്റെ ഫലം എന്തെങ്കിലും അറിഞ്ഞോ എന്നറിയാൻ അവർക്കും ഉണ്ടാകില്ലേ ഭാനുവമ്മ ഒരു ആകാംക്ഷ. ഇത്ര പെട്ടെന്ന് മാറ്റം കാണില്ല എന്ന് അവർ തന്നെ പറഞ്ഞില്ലേ, അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിരിക്കുകയാണ് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ കാളീശ്വരമ്മയുടെ ഓരോ കാര്യങ്ങളും അവർ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് സ്വപ്നയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ട്ടോ കുഞ്ഞാറ്റ. ആ സമയത്ത് അതെല്ലാം മഹിമ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദുഷ്ടകൾ, എന്റെ ചേച്ചിയുടെ വിവാഹ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന പ്ലാൻ എന്തായാലും കൊള്ളാം, എന്തായാലും ഇവർക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്ന് മഹിമ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോവാൻ ട്ടോ. എന്താണ്, മൂന്ന് പേരും ഭയങ്കര ചർച്ചയിലാണല്ലോ, എനിക്കും അത് കേൾക്കാവോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, മോളും ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയല്ലേ. ഇങ്ങനെ ഭാനുമതി അമ്മ പറയാണേ, ഞങ്ങളെ ആ പൂജയുടെ കാര്യങ്ങളെ കുറിച്ച് പറയായിരുന്നു. നല്ല മാറ്റം തുടങ്ങിയിട്ടുണ്ടല്ലേ മഞ്ജുവിന്റെയും ഗിരിയുടെയും ബന്ധത്തിൽ, മഹിമയ്ക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മഹിമ പറയുന്ന, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ആ ദിഗംബരൻ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പൂജയുടെ ഫലം കണ്ടു തുടങ്ങിയാൽ അമ്മ കുടുംബക്ഷേത്രത്തിലെ എല്ലാ ദിവസവും 101 തവണ പ്രദക്ഷിണം വെക്കണമെന്നാണ് ദിഗംബരൻ പറഞ്ഞത് എന്ന് പറയാൻ ട്ടോ മഹിമ. ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കാവാൻ ട്ടോ ഭാനുമതി അമ്മ. അങ്ങനെ പറഞ്ഞു, അതെപ്പോൾ എന്നൊക്കെ ചോദിക്കേണ്ട സ്വപ്ന. നീ വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരില്ലേ മഹിമേ, നോൺ വെജ് കഴിക്കാൻ പാടില്ല, അങ്ങനെ വ്രതം എടുക്കണമെന്ന് പറഞ്ഞു, ഇപ്പോഴിതാ അമ്മ പ്രദക്ഷിണം വെക്കണം എന്ന് പറഞ്ഞു വരും. ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെന്ത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ പൂജ നടത്തിയത്, മഞ്ജുയർത്തിക്കും ഗിരിക്കും വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയാൻ ട്ടോ. അപ്പോൾ മഹിമ പറയുന്നത്, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ചു നോക്ക് എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞാറ്റ ദിഗംബരത്തിനെ വിളിക്കാൻ ട്ടോ. ദിഗംബരനെ വിളിക്കുമ്പോൾ അദ്ദേഹം മഹിമ പറഞ്ഞ് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറയാൻ ട്ടോ. ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കാവാണ് കുഞ്ഞാറ്റയും സ്വപ്നയും ഭാനുമതി അമ്മയൊക്കെ ട്ടോ.
അല്ല, ഞങ്ങള് എന്താ പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അത് ഉറപ്പായിട്ടും എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ കുഞ്ഞാറ്റ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ. അപ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഗിരിയോടും കാര്യങ്ങളൊക്കെ പറയാം ട്ടോ സ്വപ്ന. ഗിരിയേട്ടനും മഞ്ജുവേട്ടത്തിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പൂജയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്കാണ്. ആദ്യം നോൺ വെജ് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ അമ്മക്ക് ഇങ്ങനെ ഒരു പ്രദക്ഷിണം വെക്കലും ഇതൊക്കെ എന്തിനാണ് ഗിരിയേട്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ ഗിരിയും പറയുന്നുണ്ട്, അമ്മ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അമ്മ ഒന്നും പ്രദക്ഷിണം വെക്കാനൊന്നും പോവണ്ട, അല്ലെങ്കിൽ ഇതിനെ സുഖമില്ലാത്തതാ, എന്തെങ്കിലുമൊക്കെ അസുഖമായി മാറും എന്നൊക്കെ പറയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാനുമതി പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല ഗിരി, ഇത് എന്റെ കുടുംബത്തിന്റെ കാര്യമല്ലേ, അതുകൊണ്ട് എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഇത് കേൾക്കുമ്പോൾ ഗിരിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അവൻ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ മഹിമ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിൽ ഗിരിയേട്ടനും ഭാഗ്യം ചെയ്തവനാണ്. മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ഈ അമ്മയെ കഴിഞ്ഞ് മറ്റാരെയും കിട്ടൂ എന്നൊക്കെ അവർ പറയാൻ. അപ്പോൾ ഗിരി മഹിമയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്.